ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പണ്ടൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസം നമുക്കൊരു കായത്തൊലിയും പയറും വെച്ചിട്ട് ഒരു കൂട്ടാൻ കിട്ടിയായിരുന്നു. അപ്പോൾ ആ കൂട്ടാനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കല്യാണങ്ങൾക്ക് തലേദിവസമൊക്കെ നോണാണ്. അന്ന് നമുക്ക് ഇങ്ങനെ കായത്തൊലിയും പയറും ഒരു വിഭവം ഉണ്ടാവും, ഒരു സാമ്പാർ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെൽ ബട്ടൺ കൂടി അടിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. കായത്തൊലിയും പയറും വെക്കാനായിട്ട് ഞാൻ കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ കായത്തൊലി നന്നാക്കി ഇതേപോലെ വേണം നന്നാക്കാട്ടോ. നന്നാക്കി അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളിയും വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചതച്ച മുളക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഈ വെള്ളമൊന്നും ഫുള്ള് വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മുടെ മെയിനായിട്ട് കല്ലുപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഈ പയറല്ലാതെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പയർ കുക്കറിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെക്കുമ്പോൾ പയർ വേണം ആദ്യം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 4 വിസിൽ വരക്കി നമുക്കിത് പയർ വേവിക്കാം. അതിന് ശേഷം നമ്മൾ പയർ വെന്തോന്നൊന്ന് നോക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര വെള്ളം മതിയാവും കേട്ടോ നമുക്ക്. ഇപ്പം നമുക്ക് ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. കായത്തോലി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 4 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പയറൊക്കെ വെന്തോന്ന് നോക്കാം കേട്ടോ. പയറൊക്കെ ഞാൻ വെന്തോന്നൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. പയറല്ലാതെ നമ്മൾ ഇങ്ങനെ പയറുമേ പിടിക്കുമ്പോൾ നമുക്ക് ഉടയും. അതാണ് പയറിൻ്റെ വെന്ത പാകട്ടോ. അപ്പോൾ പയർ നമുക്ക് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച കായത്തോലിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച കായത്തോലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കായത്തോലിക്ക് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം പോരായുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിത് പയർ വെന്തതുകൊണ്ട് 2 വിസിൽ മതി. കായത്തൊലിക്കൊന്നും നമുക്ക് അധികം വേവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വെള്ളമൊക്കെ ചേർത്ത് വെച്ചേക്കണത്. പയറും കായത്തൊലിയുടെ മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഈ അളവിൽ വേണം നമുക്ക് വെള്ളമൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ എപ്പോൾ വെള്ളം വെക്കാനും ഈ കായത്തൊലിയുടെ മുകളിൽ സ്വല്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ വരണ വരയ്ക്ക് കാക്കാം. നമ്മുടെ കായത്തൊലിയും പയറും എന്തായെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് നമുക്കൊക്കെ ഒന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാനത് ഓഫാക്കിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ നന്നായി നമ്മുടെ കുക്കറിൻ്റെ എയർ പോയതിന് ശേഷമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. എപ്പോഴും കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ കായത്തൊലിയും പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി നമ്മളൊരു ചാറായിട്ടല്ല വയ്ക്കുക, ഒരു കുഴമ്പ് പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പയറും കായത്തൊലിയുടെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കാം കേട്ടോ. കാച്ചൊഴിക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴാണ് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി എല്ലാതും നല്ല പോലെ മൂത്ത് തുടങ്ങിയിട്ടാണ്. കുറച്ചും കൂടി കളർ ആവണം, നല്ല ഗോൾഡൻ കളർ ആവണം. അതിൽ ചില ഉള്ളിയുടെ ഒട്ടിക്കൊന്നും നിറം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായി ഗോൾഡൻ കളർ അതിന് ശേഷം വേണം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഉള്ളി എല്ലാതും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ
ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പൊടി നല്ല പോലെ മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് കറി ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. നമ്മുടെ മുളകെല്ലാതും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയറും കായത്തോലും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ മിക്സായി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് മറ്റേ മുളകല്ലാതെ നന്നായി പിടിക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ചാറിലല്ല നമ്മളിത് വെക്കുക, നമ്മളിത് എപ്പോഴും നല്ല പോലെ കുറുകിയ പോലെ വേണം വെക്കാൻ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് കുറുകി വരട്ടെ. നമ്മുടെ പയറും കായത്തൊലിയുടെ ചാറും നല്ല പോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എൻ്റെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണൊന്നും അടിക്കുക. അപ്പോൾ ഈ കറി ഇന്നത്തെ തലമുറകൾക്ക് അറിയില്ല. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.